ആം, ഹായ്. ഞാനിങ്ങനെ കിടന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എത്ര മണിക്കാണ്? 12:30ക്കാണ്. ഞാൻ ആക്ച്വലി ഇങ്ങനെ കിടന്ന് ആലോചിക്കുമായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു ഇത് വരാറുണ്ട്. എനിക്കറിയില്ല എല്ലാവർക്കും, നിങ്ങളിൽ എല്ലാവർക്കും അങ്ങനെ വരാറുണ്ടോ, ആർക്കെങ്കിലും വരാറുണ്ടോ എനിക്കറിയില്ല. ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ദാറ്റ് ഇന്ന് എനിക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തേ. ലൈക്ക് ഇപ്പോൾ എല്ലാവരും രാവിലെ എണീക്കുന്നുണ്ട്. ചില ആൾക്കാർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ട് അവർ വർക്കിന് പോകുന്നു, തിരിച്ചു വരുന്നു. ദെൻ അഗൈൻ സം പീപ്പിൾ വർക്ക് ഔട്ട്, ചിലർ കുക്ക് ചെയ്യും, ചിലർ പാട്ട് കേൾക്കും, ചിലർ ബുക്ക് വായിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ദി എസെൻസ്, അതായത് ലൈഫ് എന്ന് പറഞ്ഞാൽ ഓരോരോ നിമിഷവും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. അത് നമുക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷേ ആ ഓരോരോ നിമിഷവും നമുക്ക് ഓർമ്മ വരുന്ന രീതിയിൽ, നമുക്ക് സന്തോഷം, ഒരു ഇന്നർ ഹാപ്പിനെസ് വരുന്ന രീതിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കുറച്ച് നേരം, ഐ ഡോണ്ട് നോ, ഇപ്പം നിങ്ങളിൽ എത്ര പേർക്കാണ് ഇതൊക്കെ ഇഷ്ടം എന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ഒരു എന്താ പറയുക, എസെൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലൈക്ക് അത് വെറുതെ ഇരുന്നിട്ട് മീൻസ് ഇപ്പം കുടുംബത്തിൽ 4 പേരുണ്ട്, നമ്മളെല്ലാവരും ഇരുന്നിട്ട് ഓരോരോ ആൾക്കാരും അവരവരുടെ ഫോൺ നോക്കിയിട്ട് ഇരിക്കില്ല. അതല്ല, ഐ മീൻ ശരിക്കും സ്പെൻഡിങ് ടൈം, നോട്ട് ജസ്റ്റ് സിറ്റിംഗ് ടുഗെദർ. അതായത് ടോക്കിംഗ് ടു ഈച്ച് അതർ, അവരുടെ എക്സ്പീരിയൻസസ്, അവരുടെ പണ്ടത്തെ, ഇപ്പോൾ എൻ്റെ പേരൻസ് ആണെങ്കിൽ അവരുടെ പണ്ടത്തെ എക്സ്പീരിയൻസസ്, അവരുടെ കഥകൾ, ആ കഥകൾ കേൾക്കുമ്പം പറയുമ്പോൾ അവരുടെ മുഖത്തുള്ളൊരു ഗ്ലോ, ഇത് കേൾക്കുന്ന നമുക്കൊരു സന്തോഷം. അല്ലെങ്കിൽ അല്ലാതെ അമ്മമ്മമാർ, അപ്പൂപ്പന്മാരുടെ കൂടെ ഇരുന്നിട്ട് അവരുടെ കാലത്ത് എന്തൊക്കെ സംഭവിച്ച് ആ ഒരു മൊമെൻറ്റ്സ് റീലിവ് ചെയ്യുക. ദെൻ എനിക്ക് വേറെ എന്താണെന്ന് വെച്ചാൽ പെറ്റ്സ്, എനിക്ക് കുറേ പെറ്റ്സ് ഉണ്ട്. പെറ്റ്സിൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ കുറേ, അതാണ് ട്രൂ എസെൻസ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ മീൻസ് സമയത്തിൻ്റെ ഒരു കണക്കില്ലാതെ ആ കാര്യം ചെയ്യുക സന്തോഷമായിട്ട്. ഇപ്പം നിങ്ങൾ ചിലർ പറയും ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ എൻ്റെ സമയം പോകുന്നത് ഞാൻ അറിയുന്നില്ല. അങ്ങനെയല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് കാണുമ്പോൾ ശരിയാണ് സമയം, അതെന്ന് വെച്ചാൽ നമ്മൾ ബ്ലാങ്ക്ലി നമ്മളൊന്നും ചിന്തിക്കാതെ കണ്ട് സ്ക്രോൾ ചെയ്ത്, അതല്ല. ലിവിങ് ഈച്ച് മൊമെൻറ്റ്. അതായത് നിങ്ങൾ പെറ്റ്സിൻ്റെ കൂടെ നിൽക്കുമ്പം, ഐ ഡോണ്ട് നോ എത്ര പേർക്ക് പെറ്റ്സ് ഉണ്ട്, ഇത് എത്ര പേർക്ക് റിലേറ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ പെറ്റ്സിൻ്റെ കൂടെ ഇരിക്കുമ്പം നമുക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു സന്തോഷം വരും. മീൻസ് ചിലർ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. ചെറിയ കുട്ടികളെ പോലെയാണ് നമ്മുടെ പെറ്റ്സ് ആക്ച്വലി. മീൻസ് അത്രയും ക്യൂട്ട്നെസ് വാരി വിതരും അവരറിയാതെ തന്നെ. നമ്മൾ ഇപ്പം എനിക്ക് പെറ്റ്സ് എന്ന് വെച്ചാൽ എനിക്ക് കാറ്റ്സ്, ബേർഡ്സ് ഇതൊക്കെയാണ്. എനിക്ക് അറിയില്ല ക്യാറ്റ്സിനെ പറ്റി, പൂച്ചകളെ പറ്റി പ്രത്യേകിച്ച് പല ആൾക്കാർക്കും ഒരു ധാരണ എന്ന് വെച്ചാൽ അവർ വലിയ മൈൻഡ്. പക്ഷേ എന്തെന്നറിയോ, നമ്മളെ അത് മൈൻഡ് ചെയ്യുന്നൊരു സമയം വരുമ്പം അപ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. എന്തെങ്കിലും ഒരു വോക്കലൈസേഷൻ കേൾക്കുമ്പം, അയ്യോ, നമ്മുടെ അടുത്ത് ഒന്നും വേണ്ട, നമ്മളൊന്ന് നോക്കിയിട്ട് ഇങ്ങനെ കണ്ണ് അവർ ചിമ്മുന്നൊരു സംഭവമുണ്ട്, അത് ചെയ്താൽ മതി, നമ്മളങ്ങ് അലിഞ്ഞു പോവും. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി അതിൻ്റെ കൂടെ ഇരുന്ന് ടൈം അതിനെ കളിപ്പിച്ച് ഇതാക്കി ആ ഒരു സമയം കടന്നു പോകുന്നത് മനസ്സിലാവില്ല. ഞാൻ എത്രയോ പ്രാവശ്യം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഓക്കെ 10 മിനിറ്റ് ഇവളെ എടുത്തിട്ട് 10 മിനിറ്റ് ഇരിക്കാം. എൻ്റെ പെറ്റിൻ്റെ പേര് മിച്ചു എന്നാണ്. പിന്നെ വേറെ ഉണ്ട് മാളു, ബ്ലാക്കി, അങ്ങനെയൊക്കെ. പക്ഷേ എൻ്റെ വീട്ടിൽ മിച്ചു. അപ്പം അവളെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഞാൻ മേലെ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമായിരിക്കും. പക്ഷെ അതിന് മുമ്പ് ഇവളെ കാണുമ്പം അവളെ എടുത്തിട്ടിരിക്കും. ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് വേഗം പോയിട്ട് പണിയെടുക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് നടക്കില്ല. ആ 10 മിനിറ്റ് 1 മണിക്കൂറാവും, 1.5 മണിക്കൂറാവും, 2 മണിക്കൂറാവും, അങ്ങനെ ആ സമയം ഇങ്ങനെ പോകുന്നത് നമുക്ക് മനസ്സിലാവില്ല. ആ ഒരു എന്താ പറയുക, ഇതിപ്പോൾ എത്ര പേർക്ക് റിലേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. എത്ര പേരുടെ അടുത്ത് ക്യാറ്റ്സ് ഉള്ള ആൾക്കാർക്ക് എന്തായാലും ഇത് റിലേറ്റ് ആവും. മാത്രമല്ല നമുക്ക് ആ കിട്ടുന്നൊരു സന്തോഷം, അവർ
അവർക്ക് നമ്മൾ കൊടുക്കുന്ന സന്തോഷത്തിലേക്കാൾ ഉപരി അതെല്ലാ പെറ്റ്സിൻ്റെ അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം ഡോഗ്സ് ഉള്ള പെറ്റ് ഓണേഴ്സും ഇത് റിലേറ്റ് ചെയ്യും. കാരണം ആ ഒരു സമയം അയ്യോ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതേപോലെ നേച്ചർ, എനിക്ക് പ്ലാന്റ്സിനോടൊക്കെ താല്പര്യം എനിക്ക് കുറച്ചിപ്പം ഈ ഒരു അടുത്ത കാലത്താണ്, പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു അടുത്ത കാലത്താണ് എനിക്ക് പ്ലാന്റ്സിനോടുള്ളൊരു മോഹം, ഇഷ്ടം അതൊക്കെ വന്നത്. സ്പെൻഡിങ് നേച്ചർ ഇൻ ടൈം സ്പെൻഡിങ് ടൈം ഇൻ നേച്ചർ കണ്ട 12 മണീൻ്റെ എഫക്റ്റാണ്. അപ്പോൾ സ്പെൻഡിങ് ടൈം ഇൻ നേച്ചർ ഇതൊക്കെ ഇപ്പോൾ അടുത്ത് വന്നതാണ്. പക്ഷേ ഇതേപോലെ തന്നെ പെറ്റ്സിൻ്റെ കൂടെ ഇരിക്കുന്ന പോലെ തന്നെ ആ ഒരു ടൈം അങ്ങനെ കടന്നു പോവും. ഇഫ് വി സിറ്റ് ദെയർ, ഇപ്പം ഞാൻ ബാൽക്കണിയിൽ ഒരു ബുക്കും എടുത്തിട്ട് ഒരു ടീയോ അല്ല കോഫിയോ എടുത്തിട്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ പ്ലാന്റ്സും പിന്നെ ഒരു എന്താ പറയുക പ്രകൃതി രമണീയമായ അങ്ങനെയല്ലേ പറയാം, അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങ് മറന്നു പോവും, കുറേ നേരം അങ്ങനെ ഇരിക്കും. ഞാൻ ആക്ച്വലി പ്ലാനറൊക്കെ എടുത്തിട്ടാണ് ഇരിക്കുന്നത്, ബുക്ക് എടുത്തിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഇനി ടു ഡു ലിസ്റ്റ് അതൊക്കെ എഴുതിയിട്ട്. പക്ഷെ അതൊന്നും നടക്കൂല, അത് ഇങ്ങനെ അങ്ങ് സമയം പോവും. സോ ദാറ്റ്സ് വാട്ട് ഐ എം ടെല്ലിങ്. ആ ഒരു സ്ലോ ലിവിങ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, കുറേ ആൾക്കാർ പറയുന്ന സ്ലോ ലിവിങ് സംഭവം. ഇറ്റ്സ് ആക്ച്വലി നിയർലി ഇമ്പോസിബിൾ ഫോർ ഫ്യൂ ഓഫ് അസ്. പക്ഷേ എന്നാലും ഈ ഒരു സമയം നമുക്കത് തിരിച്ച് കിട്ടില്ല. പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ നമ്മളുണ്ടാക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു 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 സോൾ സാറ്റിസ്ഫൈയിങ് മൊമെൻറ്റ്സാണിത് അല്ലേ. സോ ഞാൻ പറയുന്നത് എല്ലാ ദിവസവും ഇങ്ങനത്തൊരു സമയം നമ്മൾ കണ്ടെത്തണം. അതിനായിട്ട് നമ്മൾ കുറച്ച് പ്രയത്നിക്കണം. വി ഷുഡ് ഓൾവേസ് എന്താ പറയുക, കുറച്ചൊരു ടൈം അതിനായിട്ട് നമ്മൾ കാർവ് ചെയ്തെടുക്കണം അല്ലേ. ബിക്കോസ് ഇതാണ് നമ്മളെപ്പോഴും മേ ബി നമ്മൾ 24 hours നമ്മൾ മേ ബി എത്ര മണിക്കൂറാണ് നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്? 8-10 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കി അത്രയും മണിക്കൂർ നമ്മൾ 14 hours ഓർ 13 hours നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ആ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് ജീവിക്കുകയാണ്. നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും, നമ്മളെ പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിലും, നമ്മളെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണെങ്കിലും, നമ്മുടെ കരിയറിന് വേണ്ടിയിട്ടാണെങ്കിലും, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ നമുക്കായിട്ട് ജീവിക്കുന്ന ഒരു ടൈമാണ് ഈ കുറച്ച് സമയങ്ങൾ. ഫാമിലീൻ്റെ കൂടെ ഇരിക്കുന്ന, അവരെ കാര്യങ്ങൾ കേൾക്കുക, പെറ്റ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, നേച്ചറിൻ്റെ കൂടെ ഇരിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, ധ്യാനത്തിലിരിക്കുക, പ്രാർത്ഥിക്കുക. ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം കുറച്ച് പേരാണ് ഈ പ്രാർത്ഥന ടൈം എൻജോയ് ചെയ്യുന്നത്. അതിൻ്റെ വേറൊരു സബ്ജക്റ്റ് തന്നെ, അത് വേറൊരു വീഡിയോയിൽ ചിലപ്പം സംസാരിക്കാം. പക്ഷേ ആ ഒരു പ്രെയർ ടൈം അത് നമ്മൾ ഒരാളുടെ കൂടി ഇരുന്ന് സംസാരിക്കുന്ന പോലെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഐഡിയോളജി. ഓക്കെ, പ്രെയർ ടൈം എന്ന് പറഞ്ഞാൽ കുറേ മന്ത്രങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങനെ ദൈവത്തിൻ്റെയും ടൈം കളഞ്ഞ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രെയർ ടൈം എന്ന് പറയുമ്പോൾ ഐ എം വെരി ഹാപ്പി, ഐ ലുക്ക് ഫോർവേഡ് ടു പ്രേ. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ എനിക്കൊരുമാതിരി എന്തോ ഒരു മിസ്സിങ് ഫീലിംഗ് ഒക്കെ തോന്നാറുണ്ട് സാധാരണ. അതെല്ലാവർക്കും അങ്ങനെ തോന്നുമോ എനിക്കറിയില്ല. പിന്നെ ടെമ്പിളിൽ പോയിട്ടിരിക്കുക. ഞാനങ്ങനെ വലിയൊരു എന്താ പറയുക ടെമ്പിൾ വിസിറ്റർ അല്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കുറേ ടെമ്പിൾസിൽ പോയി, എനിക്കിഷ്ടമാണ്. ബട്ട് മോർ ലൈക്ക് എനിക്ക് എൻ്റെ ആ ഒരു സ്പേസ് ഭഗവാന്റെ കൂടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സോ ഐ ലുക്ക് ഫോർവേഡ് ടു മൈ പ്രെയർ ടൈംസ്. ഓക്കെ, ദാറ്റ്സ് നോട്ട് ദ ടോപ്പിക്. സോ ഐ എം സെയിങ് ഇതിപ്പോൾ എല്ലാവർക്കും. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇന്ന് എന്താ ഞാൻ ചെയ്തത്, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തത്, എൻ്റെ ഒരു സോൾ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളും ചിന്തിക്കണം,
ചിന്തി ചിന്തിക്കുന്നുണ്ടാവും എനിക്കറിയാം. മൈ ബോഡിയും ക്യാമറ ചിന്തിക്കുന്നുണ്ടാവും എനിക്കറിയാം. പക്ഷേ ദ തിങ് ഈസ് അങ്ങനെ കുറച്ച് സമയം മാറ്റി വെക്കണം. യു ഷുഡ് യുനോ നിങ്ങളുടെ സ്വന്തമായ ഒരു സമയമായിരിക്കണം അത്. അതിൽ ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഐ തിങ്ക് ഫോണ്, ലാപ്ടോപ്പ് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ ആയിരിക്കും. ആൻഡ് ഐ തിങ്ക് അത് ഒന്ന് അനുഭവിച്ച് തന്നെ അറിയണം. എല്ലാവർക്കും അത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോൾ ചില ആൾക്കാർ പ്രോബബ്ലി റിലേറ്റ് ചെയ്യുന്നുണ്ടാവും, അവരിതൊക്കെ ഐ മീൻ ചെയ്യുന്നുണ്ടാവും. ബട്ട് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് അത് അനുഭവിച്ച് തന്നെ അറിയണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ യു ഷുഡ് ഓൾസോ ട്രൈ ഇറ്റ്. പാതിരാത്രി ഇത് ഓർമ്മ വന്നപ്പോൾ ഞാൻ പെട്ടെന്നൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടാക്കിയതാണ്. ബൈ.